CPM നേതൃത്വത്തിന്. ഞാൻ പറഞ്ഞതുപോലെ ജയിലിലേക്കുള്ള CPM നേതാക്കന്മാരുടെ ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ നേതാക്കന്മാർ കൂടി ഈ ശബരിമല കേസിൽ ജയിലിൽ പോകും. അല്ല, അത് പാർട്ടി ആലോചിക്കും. അത് KPCC പ്രസിഡന്റ് പറഞ്ഞല്ലോ. ഞങ്ങൾ ആദ്യം ഞങ്ങളുടെ മുമ്പിൽ ഈ വിഷയം വന്നപ്പോൾ ഒരു പരാതി പോലും ഇല്ലാത്ത സമയത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരുമിച്ച് തീരുമാനിച്ചു അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഒരു പരാതി, ആദ്യത്തെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ കോപ്പി ഞങ്ങൾക്ക് കിട്ടി. ഇപ്പോൾ രണ്ടാമതൊരു പരാതി ഞങ്ങൾക്ക് KPCC പ്രസിഡന്റിന് വന്നു. അദ്ദേഹം അത് അപ്പോൾ തന്നെ DGPക്ക് അത് ഫോർവേഡ് ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത. ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലും കോടിയേരി ബാലകൃഷ്ണൻ്റെ കയ്യിലും MV ഗോവിന്ദൻ്റെ കയ്യിലും ഇതുപോലെ എത്ര പരാതികളുണ്ട്? ഒരു പരാതി പോലും പോലീസിന് ഫോർവേഡ് ചെയ്തിട്ടില്ല. അവർ പാർട്ടി തന്നെ കോടതിയാക്കി, അവർ തന്നെ തീരുമാനമെടുത്തു. നിയമത്തിൻ്റെ മുന്നിലേക്ക് വിട്ടില്ല. ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു, എത്ര മാതൃകാപരമായിട്ടാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ചെയ്തത്. ഇനി ആ പരാതിയെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യും. കോൺഗ്രസിനകത്ത് വ്യക്തിപരമായ ആരും ഒരു തീരുമാനമെടുക്കില്ല. ഞങ്ങൾ കൂട്ടായ നേതൃത്വം ആലോചന നടത്തി ഉചിതമായ തീരുമാനം അക്കാര്യത്തിലെടുക്കും. പാർട്ടി എവിടെയാണ് പ്രതിരോധത്തിലായിരിക്കുന്നത്? പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലായിട്ടില്ല. പാർട്ടി ഒരിക്കലും പ്രതിരോധത്തിലല്ല. പാർട്ടി നടപടി എടുത്തില്ലായിരുന്നെങ്കിൽ പാർട്ടി പ്രതിരോധത്തിലായത്. ആയനെ ഉറപ്പായിട്ട്. പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി ഒരു പ്രതിരോധത്തിലുമില്ല. പാർട്ടിയുടെ മീതെ, കോൺഗ്രസ് പാർട്ടിയുടെ മീതെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പാർട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കും. പാർട്ടിക്ക് ഒരു ക്ഷീണമില്ല. ഈ പാർട്ടിയെക്കുറിച്ച് അഭിമാനമാണ് ഞങ്ങൾക്ക്. ഇതുപോലെ ചെയ്തിരിക്കുന്ന ആരാണ്? കേരളത്തിലോ ഈ രാജ്യത്ത് ഏതെങ്കിലും പാർട്ടി ചെയ്തിട്ടുണ്ടോ? കോൺഗ്രസ് കേരളത്തിൽ ചെയ്ത പോലെ അഭിമാനമുള്ള ഞങ്ങൾക്ക് പാർട്ടിയെക്കുറിച്ച്. അല്ലല്ല, അതെല്ലാം പാർട്ടി ആലോചിച്ച് ചെയ്യും. പിന്നെ ഇന്നലെയല്ലേ ഈ വിഷയം വന്നത്? ഇന്നലെയല്ലേ ഈ വിഷയം വന്നുള്ളൂ. ഇന്നലെ ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, ഞങ്ങൾ അതിൻ്റെ വിവിധ വശങ്ങൾ അറിയട്ടെ. ഒരു പരാതി നമുക്ക് വന്നതല്ലേ, പേര് പോലും ഇല്ലാത്ത പരാതിയാണ്. എങ്കിലും നമ്മൾ അന്വേഷിക്കണമല്ലോ. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് പാർട്ടി എടുക്കും. ഒരു കേസ് കോടതിയിലുണ്ടല്ലോ, അതിന് ഞങ്ങൾ വല്ല തടസ്സവും പറഞ്ഞോ? കേസെടുത്തതിന് അന്വേഷിക്കട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്നല്ലേ KPCC പ്രസിഡന്റ് പറഞ്ഞത്. ഞങ്ങൾക്ക് കൃത്യമായ നിലപാടാണ്. അല്ലല്ല, CPM ഇത് ചെയ്യുന്നത് ശബരിമലയിലെ കൊള്ള അന്തരീക്ഷത്തിൽ നിന്ന് പോകണം. അതിനുവേണ്ടി ഈ വിഷയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തെ റേപ്പ് കേസിലൊരു പ്രതി നിൽക്കുകയാണ് കൂടെ. റേപ്പ് കേസിലെ പ്രതി കൂടെ നിർത്തിക്കൊണ്ടാണ് CPM ഈ വലിയ വർത്തമാനം പറയുന്നത്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ളൊരു നടപടി എടുത്തില്ല, ഒരു രാഷ്ട്രീയമായ ഒരു നടപടി എടുത്തില്ല. അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്തതിന് 2 പേര് ജയിലിലാണ്. ഒരു നടപടി എടുത്തില്ല. എന്തൊരു നാണം കെട്ട പാർട്ടിയാണ് CPM. അതുപോലെയാണോ കോൺഗ്രസ് കേരളത്തിലെ? ആണോ? നിങ്ങൾ പറ. അല്ലല്ല, അതൊക്കെ ഞങ്ങൾ സംസാരിക്കട്ടെ. ഞങ്ങളെല്ലാവരും വിവിധ ജില്ലകളിലാണ്. മനസ്സിലായി? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെല്ലാം വിവിധ ജില്ലകളിലാണ്. ഞങ്ങൾ 10-12 ജില്ലകളിലായിട്ട് നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫേസാണ്. ഞങ്ങൾ കൂടിയാലോചിക്കുന്നുണ്ട്. ഞങ്ങൾ സംസാരിച്ച് ഉചിതമായ സമയത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി. അന്ന് ഞാൻ പറഞ്ഞല്ലോ, ബോധ്യങ്ങളിൽ നിന്നാണ് തീരുമാനമെടുത്തത്. ഒരു പരാതി പോലും ഇല്ലാതെ ബോധ്യങ്ങളില്ല അല്ലേ? ഓരോ വാക്കും പറയുമ്പോൾ സുഷ പറയണത്. അതിനൊക്കെ ഇപ്പോഴാണ് വിലയുണ്ടാകുന്നത്. അതിനൊക്കെ പാർട്ടിക്ക് ഒരു പോറലും വരാതെ അല്ല, ഇനി എന്തിനാണ് അതിനെക്കുറിച്ച് കമൻറ്റ് പറയണത്? നടപടിയെടുത്തല്ലോ അന്ന്. വന്നപ്പോൾ തന്നെ പുതിയ കാര്യം വന്നു. പുതിയ കാര്യം വരുമ്പോൾ പാർട്ടി ആലോചിച്ച് നടപടിയെടുക്കും. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടിയെ തൊടാൻ സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ്സിന് ഒരു ദോഷം ഉണ്ടാവില്ല. ആളുകൾ കോൺഗ്രസിനെയും CPMനെയും തമ്മിൽ കമ്പയർ ചെയ്യും, താരതമ്യപ്പെടുത്തും. എത്രയോ പേരുടെ പരാതിയാണ് ആ AKG സെൻറ്ററിലെ അലമാരയിൽ പൊടി പിടിച്ച് കിടക്കുന്ന എന്തുമാത്രം സ്ത്രീകളുടെ പരാതിയുണ്ട്. പാർട്ടിക്കാരുടെ പരാതി.
പാർട്ടിക്കാരുടെ പരാതി കണ്ണൂരിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, കൊല്ലത്ത് നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് എന്തുമാത്രം പരാതിയാണ് കയ്യിലുള്ളത് അല്ലേ? പരാതി അതൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടിയെടുക്കുക. പോലീസിലൊന്നും കൊടുത്തിട്ടില്ലല്ല. ഞങ്ങളായിട്ട് താരതമ്യപ്പെടുത്തും. ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങളത് അന്തസ്സായി ചെയ്തു. നിയമത്തിനനുസരിച്ച് ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തു. ഞങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ മാതിരി റേപ്പ് കേസിലെ പ്രതി അവിടെ നിൽക്കുന്നു, അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്ത് മോഷ്ടിച്ച ആളുകൾ അവിടെ നിൽക്കുന്നു, ഒരു നടപടിയില്ല. അതെല്ലാം ആളുകൾ ചോദിക്കുള്ളൂ, അതെല്ലാം ആളുകൾ ആലോചിക്കുള്ളൂ. ആളുകൾ കോൺഗ്രസിനെയും CPM-നെയും ഈ കാര്യത്തിൽ താരതമ്യം ചെയ്യും. ഇനി ഈ വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമായാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അപ്പോഴും കോൺഗ്രസ് തല ഉയർത്തി നിൽക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വിഷയം കോൺഗ്രസിനെ ബാധിക്കില്ല, അത് ബാധിച്ചാലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.